അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ സാഞ്ചി സ്തൂപയിലോട്ട് പോകുന്ന വഴി. കുറച്ച് നടക്കാനുണ്ട്, ചെറിയൊരു കുത്തനുള്ള കയറ്റമുണ്ട്. ഒരു മലൻ്റെ മേലെ സ്ഥിതി ചെയ്യുന്നതാണ് തോന്നുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇരുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കറക്റ്റ് ഒരു ഉച്ച സമയത്ത് ഒരു 2:15 ഒരു വണ്ടിയുണ്ട്, ഒരു മെമു. അവിടെ നിന്ന് വേണമെങ്കിൽ നേരെ നമുക്ക് ഫസ്റ്റ് സ്റ്റോപ്പ് തന്നെയാണ് സാഞ്ചി എന്ന് പറയുന്നത്. ഇവിടെ എത്താം. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ താഴ്ച നടക്കാനില്ല. നടന്നു പറഞ്ഞാൽ എൻട്രൻസിന് 40 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിനുള്ളിലോട്ട് പ്രവേശിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ എൻട്രൻസ് പോയിൻ്റാണിത്. വണ്ടികൾക്ക് വേണം അങ്ങനെ പോകാം, എല്ലാത്തേക്കും നടന്ന് ഇങ്ങനെ വരാം. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഏറെക്കുറെ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ നല്ല രസമുണ്ടോ. അതായത് ഒരു പ്രത്യേകതരം കല്ലാണിത്, കണ്ടില്ലേ. ഒരു പ്രത്യേകതരം കല്ലിലാണ് ഈ സ്റ്റെപ്പൊക്കെ പണിത് വെച്ചിട്ടുള്ളത്. ഒരു മലൻ്റെ അങ്ങേയറ്റത്ത് കൊണ്ട് അയ്യോ ഇത് പണിത് വെച്ചിട്ടുണ്ട്, നടക്കാനും വയ്യ. ഇന്ന് കുറേ യാത്ര ചെയ്തു ഗൈസ്, അതുകൊണ്ടാണ് വയ്യാത്ത. ഇന്നത്തെ ഊർജ്ജം മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുകൂടി ചാർജ് ചെയ്തിട്ട് വേണം ഒന്നുകൂടി കയറാൻ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ അതിവിശാലമായ ഒരു അടിപൊളി ഗാർഡനെ കാണാൻ കഴിയുക. നല്ല പുൽമെത്തേക്ക് വിരിച്ച് നല്ലൊരു ഗാർഡനിങ്. അപ്പോൾ അതാ കാണുന്നതാണ് നമ്മുടെ സ്തൂപ എന്ന് പറയുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വരാം. ആദ്യം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇത് എന്താണ്, എന്താ സംഭവം എന്നൊക്കെയാണ് വഴി പറഞ്ഞുതരാം. അവിടെ താഴെ കുറച്ച് വെള്ളം കുടിച്ച് ഉഷാറായി. ബാഗ് താഴെ വെച്ചു, അതുകൊണ്ട് നടക്കാനാവില്ല. ഈ ഭാഗത്തായിട്ട് 2 സ്തൂപങ്ങളുണ്ട്. ഇത് പകുതി ആയിട്ടുള്ളൂ, പണി കഴിപ്പിച്ചിട്ടില്ലേ. ഇത് പകുതിയേ ഉള്ളൂ, ഇത് മുഴുവനായിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാണ് സ്തൂപ എന്ന് പറയുന്നത്. മെയിൻ അപ്പുറത്താണ്. ഇതൊന്ന് ചുറ്റി കണ്ടു നോക്കാം. അവിടെ അങ്ങോട്ട് അലോടല്ലാതെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇത് പൈനാപ്പിൾ ചെടിയോ അല്ല, വേറെന്തോ ആണ്. ഇതാണ് സ്തൂപ എന്ന് പറയുന്നത്. നല്ല ഭംഗിയില്ല കാണാൻ. ഒരു പ്രത്യേക തരം, നമ്മൾ ഒരു മസ്ജിദ് കണ്ടില്ലേ, ആ മസ്ജിദ് പണി കഴിപ്പിച്ച അതേ കല്ലാണ് ഈ കാണുന്നത്. അത് റെഡ് കളറുള്ളൊരു കല്ലാണിത്, കണ്ടോ. നമുക്ക് നടന്ന് ചുറ്റി കാണാം. ഇതൊരു സ്തൂപയാണ്. ഇതിൽ കുറേ കൊത്തുപണിയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്, ഞാൻ വഴിയെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇതാണ്. ഇതിൻ്റെ മേലെ കണ്ടില്ലേ, നല്ല കല്ലൊക്കെ പതിപ്പിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഉള്ളിലോട്ട് പ്രവേശിക്കാം, കുട്ടികളെ കൂടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മോണമെൻ്റ് എന്ന് പറയുന്നത്. വഴിയെ കാണാം. ഉള്ളിലോട്ട് കയറി നോക്കാം നമുക്ക്. അപ്പോൾ ഇതുണ്ടല്ലേ, നല്ല വലുതാട്ടോ, നല്ല വലുതാട്ടോ. ഇത് കാണാൻ നല്ല രസം, നല്ല അടിപൊളി പണിത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വ്യൂ ആട്ടത്. അത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് പണി പൂർത്തിയാകാത്തതല്ല, ഇത് ഇത്രേ ഉള്ളൂ. കണ്ടില്ലേ, ചിരട്ട കമ്പത്തി വെച്ച പോലെ കേട്ടോ ഇതിൻ്റെ ആകൃതി. അപ്പോൾ ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മളിനി നേരെ മെയിനായിട്ടുള്ള ആ ഒരു സ്തൂപത്തിനടുത്ത് പോവുകയാണ്. കാഴ്ചകളെ കാണാം. ഇവിടെ കുഞ്ഞു എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് കൊള്ളാം കേട്ടോ. അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് സ്ഥലം. നല്ല ഏക്കർ കണക്കിന് പരന്ന് നടക്കുന്ന വലിയൊരു ഭൂപ്രദേശത്താണ് ഈ സംഭവം ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ഓർക്കണം. ഇവിടെ ബോക്സൊക്കെ ഇരിക്കുന്നുണ്ട്, വല്ല പാട്ടൊക്കെ വെക്കുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ സ്കാൻ ചെയ്താൽ നമുക്ക് ഇതാ ഓഡിയോ ഗൈഡാണിത്. ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ കുറേ ആളുകൾക്ക് വരാൻ തുടങ്ങി, ഭയങ്കര കലവിലെ ശബ്ദം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്തൂപം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം കേട്ടോ. ഇത് ഭയങ്കര, ഇവിടെ എന്തൊക്കെയോ നോക്കാം, ഉണ്ടല്ലേ, എന്തൊക്കെയോ ലാംഗ്വേജാണ്, അറിയില്ല. ഇത് വലിയ കല്ലാട്ടോ. ഇത് ഭയങ്കര വലിപ്പമുള്ളൊരു കല്ലാണ്. ഇതൊക്കെ ഇതിൻ്റെ ഷേപ്പ് പറയുമ്പോൾ, അതായത് ഈ കാണുന്ന അതേ ഷേപ്പ് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു കൂർപ്പാണ് ഇതിൻ്റെ ബാക്കിയാണ്. ഇതിങ്ങനെ ഒരു ഷേപ്പാണ് കേട്ടോ. ഇവിടെ ഇതെന്താ, തലയില്ലാത്തൊരു ബുദ്ധപ്രതിമയാണ് തോന്നുന്നു. ഇതൊക്കെ 3-ാമത്തെ നൂറ്റാണ്ടിൽ പണിയാരംഭിച്ചതെന്ന് ആലോചിക്കണം കേട്ടോ. അത്രയും പഴക്കം ചെന്നൊരു സംഭവമാണിത്. ഇവിടെ എന്തൊക്കെയോ എഴുതി കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലാംഗ്വേജ് എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് ചുറ്റും കണ്ടു നോക്കാം നടന്നിട്ട്. നമ്മുടെ 200 രൂപ നോട്ടിൽ കാണുന്ന സാഞ്ചി സ്തൂപത്തിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു രക്ഷയില്ല അല്ലേ. ഇതൊക്കെ കാണാം. മധ്യപ്രദേശ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കാണണം കേട്ടോ. അതൊക്കെ ഈ യുനെസ്കോ അംഗീകൃതം പെട്ട ഒരു സ്ഥലമാണ്. കാരണം എത്രത്തോളം ഒരു എന്തത് എത്രത്തോളം ഇതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മളെ 200 രൂപ നോട്ടിൽ ഈ ഒരു പിക്ചർ വരുന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം വാല്യൂ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ തലയുള്ള ഒരു ബുദ്ധനെ കാണാൻ കഴിയും. അവിടെ തലയില്ല കേട്ടോ. ഇവിടെ എന്തൊക്കെയോ തല്ലി പൊടിച്ചിട്ട് തോന്നുന്നു. ഇതൊക്കെ ഉണ്ട് ഫുള്ള്. ഇവിടെ ഈ ഭാഗത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ ഇത് പണിത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് സ്തൂപ എന്ന് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ആ ഭാഗത്തൊക്കെ ഉണ്ടോ കുറേ ഉണ്ട്. ഇപ്പോൾ സ്ക്വയറിലായിട്ടും റൗണ്ടിലായിട്ടൊക്കെ കുറേ പണിത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് മെയിനായിട്ടുള്ള സ്തൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറാണ് നമ്മുടെ 200 രൂപ നോട്ടിൽ കാണാൻ കഴിയുന്നത് കേട്ടോ. ഇതിൽ കുറേ അധികം കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആനയും അതുപോലെ തന്നെ സിംഹം, മയിൽ തുടങ്ങിയ പഴയ ജീവികളും കുറേയധികം ഈ സ്ത്രീകളുടെ പിക്ചറും കുറേയധികം കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 3-ാം നൂറ്റാണ്ടിൽ പണിതാൽ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അന്ന് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു മനുഷ്യന്മാരുടെ കഴിവെന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇത് ഈ കാണുന്ന സ്തൂപം കണ്ടില്ലേ, ഇത് 4 ഭാഗത്തും ഉണ്ട് കേട്ടോ. 1, 2, 3, 4 ഭാഗത്തായിട്ടാണ് ഇതുള്ളത്. അതിന് സെൻറ്ററിലാണ് ഒരു മിനാരം പോലെ ഒരു റൗണ്ടിൽ ചിരട്ട കമിഴ്ത്തി വെച്ച പോലെ കാണാൻ കഴിയുക. കണ്ടില്ലേ. നമുക്ക് ഉള്ളിലോട്ട് നടന്നു നോക്കാം. ഉള്ളിൽ പ്രത്യേകിച്ചായിട്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഉള്ളിൽ വന്നില്ലേ, അത് തന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് മേലെ കയറാൻ കഴിയും. ഇതിൻ്റെ മേലെ കയറി നോക്കാം. ഇവിടെ കുറേ ആളുകളൊക്കെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. എല്ലാ ആംബിയൻസ് ആട്ടോ ഇവിടെ. ഇതെന്താ ഇത്, ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അത് കൊള്ളാലോ. ഇതൊക്കെ നോക്കിയാൽ നിങ്ങളിത് എത്രത്തോളം മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾ നോക്കുക. ഭയങ്കര മിനുസാട്ടോ. ഭയങ്കര വലിയൊരു പാറക്കഷ്ണമാണ്. പാറക്കഷ്ണം എൻ്റെ മോനെ, ഇത് വേറെ ലെവലാണ്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സ്മൂത്ത്നെസ് നോക്കിയേ. ഭയങ്കര വലിയ സ്മൂത്ത്നെസ് കേട്ടോ. അതൊക്കെ എങ്ങനെയാണ് അവർ ആ കാലത്ത് ചെയ്തെടുത്തതെന്നൊന്നും ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. ഇപ്പോഴത്തെ പോലെ ഈ സാൻഡിങ് മെഷീനൊന്നും ഇല്ലല്ലോ. ഒന്ന് അവരെങ്ങനെയായിരിക്കും ഇത് ചെയ്തെടുത്തിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ കൊത്തുമുളക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കൊള്ളാം. നമുക്ക് കുറച്ച് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഈ ഭാഗത്തായിട്ട് കുറേയധികം പില്ലറുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ 1, 2, 3, 4, 5 ഒരു 6 പില്ലർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ മേലിക്കൂരയൊന്നുമില്ല, പില്ലർ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ. ഇന്ന് കുറേ നടക്കാനുണ്ട്. പിന്നെ ഇതെന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലം ഉണ്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാഞ്ചി നഗരം മുഴുവൻ കാണാൻ കഴിയും. കണ്ടില്ലേ, അടിപൊളി കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു ഈ ഒരു ക്ഷേത്രം പോലെ ഒരു സംഭവം പണിത് വെച്ചിട്ടുണ്ട്. ഉള്ളിലോട്ട് പോയി നോക്കാം. ഇവിടുത്തെ ഒരു വ്യൂ ഇതാണ്. ഉള്ളിൽ കയറി നോക്കാം കേട്ടോ. ക്ലിയർ ഉണ്ടാവുമെന്നറിയില്ല. അതിനുള്ളിലോട്ട് പ്രവേശിക്കാൻ കഴിയും. എൻ്റെ മോനെ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. നല്ലൊരു തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. ഉണ്ടോ, അത് എന്തിനാണ് പണിത് വെച്ചിട്ടുണ്ടെന്നൊരു ഐഡിയ ഇല്ല. കൊള്ളായിരുന്നാലും പുറത്തോട്ട് പോവാം. ഇത് കണ്ടില്ലേ, ഓക്കെ. ഇതൊക്കെ കൈ കൊണ്ട് കൊത്തിയെടുത്താണെന്ന് ആലോചിക്കണം നിങ്ങൾ. അതും ആ കാലഘട്ടത്ത്, വെറുതെ അല്ല. ഇത് കണ്ടില്ലേ, ഇവിടെയുണ്ട് ഇതുപോലെ കുറേയധികം കൊത്തുപണി. ഇതെന്ത്, ഈ പില്ലറിൻ്റെയൊക്കെ ബാക്കിയാണ് തോന്നുന്നു കേട്ടത് എന്നൊക്കെ. പക്ഷെ ഇവിടെ കുറേ പീസ് കിടക്കുന്നുണ്ട്, ഇതിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ട്. കണ്ടോ, കണ്ടില്ലേ. ഇത് കാണാൻ കുറേ ഉണ്ട് കേട്ടോ. ഇത് കുറേ ഉണ്ട് കാണാൻ. ഇത് വലിയ ഏക്കർ കണക്കിന് പരന്നെടുക്കുന്ന വലിയൊരു ഭൂപ്രദേശത്ത് പണിതെടുത്തൊരു സംഭവം ഒന്ന് ആലോചിക്കണം. അതും കാടിൻ്റെ നടക്കുന്നുണ്ടല്ലോ, ഫുള്ള് കാടാണ് ചുറ്റിനും. കണ്ടോ, ഇത് കാണാൻ തന്നെ കുറേ ഉണ്ട്. നമ്മൾ സമയം എടുത്ത് ഓരോന്നോരോ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലതും ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ. നിങ്ങൾ മധ്യപ്രദേശ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും വരേണ്ടൊരു സ്ഥലമാണ് കേട്ടത്. ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മൾ അപ്പോഴേ കണ്ട ഒരു സ്തൂപത്തിൻ്റെ ഇതിനാ തോന്നുന്നു സ്തൂപം എന്ന് പറയുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ വരുന്നത്. ഇതുപോലത്തെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു മറ്റൊരു വശമാണ്. ഇതിനുള്ളിലോട്ട് വരുമ്പോഴും ബുദ്ധനെ തലയില്ല കേട്ടോ. ഇതിന് മേലോട്ട് എങ്ങനെയാണ് നമുക്ക് കയറുക? അവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, കയറി നോക്കാം.
ഇതുണ്ടോ, ഇതൊരു 4ാമത്തെ ഭാഗമാണ്. നമ്മളിപ്പോൾ 1, 2, ഇത് 3, ഇത് 4 കേട്ടോ. പിന്നെ മേലോട്ട് കയറി നോക്കാം. ഇത് രക്ഷയില്ല കേട്ടോ. ഇത് നോക്കിയേ, ഇതിൻ്റെയൊക്കെ ഒരു വൈബ് നോക്കിയേ. ഇതിൻ്റെ മേലെ കയറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് കാണാൻ. കുറേ ആളുകൾക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ള വിഷ്വൽ കാണിച്ചു തരാം. കണ്ടോ, ചുറ്റിനും മലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിതാ അതിൻ്റെ മേലെ കയറി വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു ചിരട്ട മെഴുത്തി വെച്ചുള്ള സംഭവമില്ലേ, അതാണ് കേട്ടോ. നമുക്കിനി ഒന്ന് ചുറ്റി നടന്നു നോക്കാം. ഇതൊരു പാറക്കഷ്ണമാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. ഇത് വലിയൊരു പാറക്കഷ്ണമാണ്. അതൊക്കെ ഒരു സൗണ്ട് വെക്കണുണ്ടോ? നമ്മുടെ ഈ സിമെൻ്റൊക്കെ ഈ പൊള്ളയായി കഴിഞ്ഞാൽ, അകം പൊള്ളയായി കഴിഞ്ഞുള്ളൊരു സൗണ്ടില്ലേ, അതോട്ട് നിന്ന് വരുന്നത്. ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. കണ്ടോ, ഒരു പാറയിൽ വരുന്ന സൗണ്ടല്ല ഇതിൽ വരുന്നത്. ഇതൊരു പാറക്കഷ്ണമല്ല കേട്ടോ, ഇവരെന്തോ വെച്ച് തേച്ചതാണ്. അതായത് പണ്ട് ഈ നമ്മൾ ഇപ്പോൾ സിമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്, പണ്ട് കാലത്ത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതിനുമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചൊരു മെത്തേഡായിരിക്കാം. ആ ഒരു സൗണ്ടാണ്. നമ്മൾ നല്ലൊരു ആഞ്ഞൊരു അടി അടിച്ചാൽ പൊട്ടിയിട്ടുണ്ടോ, പൊട്ടിപ്പോവും. അപ്പോൾ ഒരു അടിപൊളി സ്തൂപം എന്ന് പറയുന്നത് കൊള്ളാം. നമുക്ക് ഇനി ഇതിൽ കൂടെ ചുറ്റി നടന്നു നോക്കാം. അത് നോക്കിയേ, കണ്ടോ, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ കഴിയുക. ഇതാ ഇത് 4ാമത്തെ ഭാഗം കേട്ടോ. സ്തൂപ, ഇതാണ് ഇതിനോ സ്തൂപ എന്ന് പറയുന്നത്. ഇതിനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം കൂടിയും ചേരുമ്പോഴാണ് സ്തൂപ എന്ന് പറയുന്നത്. ഇവിടെയും ഓക്കെ, എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതായത് ഈ 4 സ്തൂപം പറഞ്ഞില്ലേ, ഇതിൽ അപ്പോഴേ കണ്ടതിൽ ചെറിയൊരു സിംഹത്തിൻ്റെ ഒരു ചിത്രമായിരുന്നു. പക്ഷേ ഇതിൽ വേറെയാണ് കേട്ടോ. ഓക്കെ, കണ്ടോ, ഇതൊന്ന് കണ്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആ സിംഹത്തിൻ്റെ ഒരു സിംഹമാണോ എന്നറിയില്ല, ആ സിംഹം തന്നെയാണ്. അതിൻ്റെ ഒരു ചിത്രമാണ് ഇതിൻ്റെ കാലുകളുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. ഞാനത് ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. നോക്കാം ഇതെന്തപ്പത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് വരുമ്പോൾ ഈ സാധനം കുറേ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെയാണോ, ഇതിൻ്റെ ഒപ്പം ഇത് വെച്ച് പണിതതാണോ, അല്ല ഇതിൻ്റെ മേലെ ഇത് തേച്ച് വെച്ചതാണോ, അല്ല കുറച്ച് ഭാഗം പോയതാണോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ആന കേട്ടോ, ഇത് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ തുടക്ക ഭാഗം ആനയാണുള്ളത്. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ 4 ഭാഗത്തായിട്ടും പ്രത്യേകതകളുണ്ട്. 4ലും എന്തോ ഒരു പ്രത്യേകതകളുണ്ട്. ഇതിനായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞു തന്നല്ലോ, എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഒരുപാട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നില്ല. നമ്മൾ മാതം തോറും ഓരോന്നോരോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 2ാമത്തെ സ്തൂപത്തിൽ വന്നാലും കാണാൻ കഴിയുന്ന നമുക്ക് ഒരു ആനയാണ് കേട്ടോ, ഉണ്ടല്ലേ. പിന്നെ ചുറ്റിനും നമ്മളൊരു കൈവരികൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതും ആ ഒരു ഷേപ്പാട്ടോ. അതായത് ഒരു മുട്ടൻ്റെ ഒരു ഷേപ്പാണ്. ഈ മുട്ടയ്ക്കൊരു കൂണ വന്ന് എങ്ങനെ ഇരിക്കും അതുപോലെയുണ്ട് ഇതിൻ്റെ ഒരു ഷേപ്പ് പറയുന്നത്. എല്ലാ ഭാഗത്തും ഇതിപ്പോൾ അങ്ങനെ പണിത് വെച്ചിട്ടുള്ളത്. ഒരു സിമെൻറ്റിൻ്റെ മാതിരി ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ എന്തോ ഒരു മെറ്റീരിയലാട്ടോ. സിമെൻറ്റിനേക്കാളും ഭയങ്കര പവർഫുള്ളായിട്ട് എന്തൊരു മെറ്റീരിയലാണ്. ഇത്രയും വർഷക്കാലത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. ഇതൊക്കെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് നടന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നല്ല വിശാലമായി കിടക്കുന്ന വലിയൊരു സ്ഥലം കാണാൻ കഴിയുക. തൊട്ടപ്പുറത്ത് താഴെയായിട്ട് കുറേ നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. കണ്ടില്ലേ, നല്ല എന്താ പറയുക, വലിയൊരു ഭൂപ്രദേശം ഇവിടുന്ന് കാണാൻ കഴിയും കേട്ടോ. ഇവിടുന്ന് കുറേ ദൂരം നോക്കി കഴിയുമ്പോൾ വലിയ മലനിരകളൊക്കെ കാണാൻ കഴിയും. ചുറ്റിനും ഒരു മലൻ്റെ മേലെ കേട്ടോ ഈ സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ, എന്തൊരു രസമല്ലേ കാണാൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചെറിയ ഇത് കണ്ടില്ലേ, ഇത് മൊണാസ്ട്രി കേട്ടോ. ഇത് മൊണാസ്ട്രി 38 എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഇതൊക്കെ പണി പകുതിയിൽ നിന്ന് നിർത്തിയതാണോ അല്ലത് ഇങ്ങനെയാണോ എന്നൊരു ഐഡിയ ഇല്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ തറക്കല്ലിടില്ലേ അതേപോലെ ഉണ്ട് കേട്ടോ. പണി ചിലപ്പോൾ പകുതി വെച്ച് നിർത്തിയതായിരിക്കാം. മൊണാസ്ട്രി എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ ഉണ്ട്. ഇത് 38ാമത്തെ മൊണാസ്ട്രിയാണ്. ഇതേപോലെ തന്നെ കേട്ടോ, എല്ലാം വലിച്ചു വാരി കാണിക്കാതെ അതുകൊണ്ടാണ്. ഇത് ഈ കാണുന്ന അതേ ശൈലിയിലാണ് എല്ലായിടത്തും ഉള്ളത്. ഇവിടെയൊക്കെ ഈ വന്ന് ഈ ധ്യാനത്തിന് ഇരിക്കുന്ന സ്ഥലങ്ങളായിരിക്കാം ചിലപ്പോൾ, അങ്ങനെ പറയാൻ കാരണം അറിയില്ല. അപ്പോൾ കുറേ നടക്കാനായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വിശാലമായി കിടക്കുന്നത്. ഞാൻ അവിടുന്ന് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇതൊക്കെ എങ്ങനെ പണിതൊന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. കണ്ടതാണ് റെഡ് സ്റ്റോൺ ആണ് കേട്ടോ. അത് ചുവന്ന കല്ലാണ്.
ഇതിൻ്റെ പേരെങ്ങനെ പറയുക, കണ്ടില്ലേ ഇതിൻ്റെ കളർ കണ്ടാൽ മനസ്സിലായി. ഇതുകൊണ്ടാണ് ഇതൊക്കെ പണിതിട്ടുള്ളത്. ഇത് നോക്കി എത്ര കട്ടിക്കാണ് ഇത് പണിത് വെച്ചിട്ടുള്ളതെന്ന്. ഇതൊക്കെ ഇവിടുന്ന് രക്ഷയില്ല. ഇവിടുത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് വീഡിയോയിലൊക്കെ ഒരുപാട് എത്ര സുഖമായി ഇത് തോന്നുന്നില്ല കാണുമ്പോൾ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിന് ചുറ്റിനും ഇങ്ങനത്തെ കാഴ്ചകളാട്ടോ കാണാൻ കഴിയുക. ഇത് കണ്ടോ നിങ്ങൾ, ഇവിടെയൊക്കെ കുറേയധികം പണി കഴിയാത്ത കുറേ സ്ഥലങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ദൂരെയായിട്ട് നമുക്ക് ശരിക്കും മോണുമെൻറ്റിൻ്റെ ആ ഒരു സ്തൂപത്തിൻ്റെ വലിപ്പം കാണാൻ കഴിയും. കണ്ടില്ലേ, അത് കാണുന്ന കേട്ടോ. ഇവിടെ ഇത്തിരി ദൂരം നടന്നു വന്നു. ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ആ മോണസ്ട്രി ഇല്ലേ, 38 എഴുതിയ മോണസ്ട്രി, അതുപോലെ 38 അല്ല അതിൽ കൂടുതലുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ എല്ലാം വലിച്ചുവരി കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു മണിക്കൂറൊന്നും തികയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇറങ്ങുക, വന്ന വഴി മാറിപ്പോയോ? അതാ ഞാൻ പറഞ്ഞത്, ഇത് മൊണാസ്ട്രി 8 ആട്ടോ കാണുന്നത്. അതുപോലെ കുറേ മൊണാസ്ട്രി കുഞ്ഞു കുഞ്ഞു മൊണാസ്ട്രികൾ കെട്ടി വെച്ചിട്ടുണ്ട്, പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഗാർഡനിങ് കാര്യങ്ങൾ, നല്ലൊരു വൈബാട്ടോ. അന്നിങ്ങനെ കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ഗാർഡനിങ്ങിനും ഉണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല കാണാൻ. അപ്പോൾ ഈ കാണുന്ന സ്തൂപത്തിൻ്റെ താഴ്ന്ന് മേലെ കയറി വരുമ്പോൾ ഇവിടെയും കുറച്ച് വിശാലമായ സംഭവങ്ങൾ കാണാൻ കഴിയും. അതായത് ഇതിനപ്പുറം ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ, അവിടെ വലുതായിട്ട് എന്തോ ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ എൻ്റെ മോനെ ഇത് നോക്കിയേ, ഇത് രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ കൊത്തുപണി ചെയ്ത ഓരോ ശില്പങ്ങളാട്ടോ. ശില്പങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ഇതൊക്കെ ഇവർ ഇവിടുന്ന് പണിത് അവിടെ കൊണ്ട് വെച്ചാൽ തോന്നുന്നു. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പല രീതിയിൽ പല ആകൃതിയിൽ, പൊട്ടിയതും പൊളിഞ്ഞതും അങ്ങോട്ട് നല്ലതും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ, കണ്ടോ? ഇനിയുണ്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ല സൈസ് നിങ്ങൾ, ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കുറേയധികം ഇതുപോലത്തെ ഈ ചുവന്ന ഈ പാറക്കല്ലിൽ കുറേ കൊത്തുപണി എടുത്ത പല ഡിസൈനായിട്ടുള്ള വർക്കുകളവിടെ കാണാൻ കഴിയുക. അതും ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യർ കൈകൊണ്ട് കൊത്തിയെടുത്ത ഒരു മിഷീൻ്റെ സഹായത്തിൽ ഇല്ലാതെ കൊത്തിയെടുത്ത കുറേയധികം ശില്പങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊണാസ്ട്രി 47. അപ്പോൾ നമ്മൾ 38 കഴിഞ്ഞ് ഇവിടെ 47 ആയിട്ടോ. ആലോചിക്കണം എത്രത്തോളമാണെന്ന്. ഇവിടെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നോക്കിയേ, കണ്ടോ? ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഇത് പൊട്ടത്ത് ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്തൊക്കെയൊക്കെ ഒരു ഫീല് വരുന്നുണ്ട്. അതായത് നമ്മളത്രയും പഴയ കാലത്തെ ഒരു നിർമ്മിതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഫീൽ നമുക്ക് വരും ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. ഒരു പ്രത്യേക തരം ഒരു ഊർജ്ജം എന്നൊക്കെ പറയാം. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നടക്കാനും ഇറങ്ങാനൊക്കെ. അപ്പോൾ ഇതാണ് തോന്നുന്നു ഇവരിൻ്റെ പണിശാലകൾ. ഇവിടെ നിന്നാണ് ഇവർ പണി ചെയ്തിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് തോന്നുന്നു. അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ റൂമാവാം. ഓക്കെ, ഇത് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒന്നും. അത് പകുതിയിൽ നിർത്തിയിട്ടുണ്ടാവാം. ഒരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച്. പിന്നെ ഗൈഡൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിയും. അവിടെ കുറേ ഗൈഡൊക്കെ ഉണ്ട്. പക്ഷേ ഗൈഡിനൊക്കെ എങ്ങനെയും 10-2000 റുപ്യ കൊടുക്കേണ്ടി വരും ഇത് മുഴുവൻ മനസ്സിലാക്കി തരുമ്പോഴേക്കും. കണ്ടോ എന്തപ്പോൾ ഇത്, എന്താല്ലേ അടിപൊളിയല്ലേ? കുറേ ഉണ്ട് കേട്ടോ കാണാൻ, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ കുറേ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്തിങ്ങനെ നടക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചുറ്റി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഇങ്ങനെ കയറി പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാനുള്ളത് എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്ഥലം. ഞാൻ പറഞ്ഞത് എന്താണ്, വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതൊക്കെ ഒരു ക്ഷേത്രമാണ് തോന്നുന്നത്. ഇതിൻ്റെ ഒന്നും പകുതി ഇല്ല ഗൈസ്, ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് ആകെ അൽക്കൂലത്തായിട്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ കുറേ നടന്ന് കാണാനുണ്ട്. എത്ര കണ്ടാലും തീരാത്ത അത്രയും മനോഹരമായിട്ടുള്ള പഴയകാല ചരിത്രങ്ങളാണ് ഇതൊക്കെ. നല്ലൊരു മരമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് മരം കാണാൻ. നല്ല കാറ്റാണ്, കാരണം മലേൻ്റെ മേലെ നമ്മൾ നിൽക്കുന്നത്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അവിടെ കണ്ടോ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എൻ്റെ മേലെ നിന്ന്. അടിപൊളിയല്ലേ? നൈസാട്ടോ, രക്ഷയില്ല. ഇതൊരു ടെമ്പിളാട്ടോ. അവിടെ ഉള്ളിലോട്ട് വരുമ്പോൾ ഭയങ്കര തണുപ്പാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെയായാലും ഒരു റൂം
ഒരു അടിപൊളി റൂം. അതവിടെ ഒരു ബുദ്ധപ്രതിമ ഇരിക്കുന്നുണ്ട്. ബുദ്ധപ്രതിമയ്ക്ക് കയ്യൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഇതിനുള്ളിൽ റൂമുണ്ട്, നല്ല വലിയ റൂം. ഇവരൊക്കെ ധ്യാനത്തിനിരിക്കുന്ന റൂമുകളാണ് തോന്നുന്നു കേട്ടോ. അതൊക്കെ നല്ലൊരു വൈബല്ലേ ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ. നല്ല കാറ്റാട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊരു ടെമ്പിളാണ്. ഇത് പണിതിട്ടുണ്ടല്ലേ, നിങ്ങൾ എങ്ങനെയാണെന്ന് കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് പണിതിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരുപാട് നല്ല ചരിത്രപരമായ കാര്യങ്ങളും എന്താ പറയുക കുറേ അധികം കാഴ്ചകളായിട്ട് നമ്മൾ വീഡിയോയിൽ ഇനി വരുന്നതായിരിക്കും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ നമ്മുടെ കൂടെ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി തിരിച്ചങ്ങനെ നടക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നതിലായിരിക്കും. ഗുഡ് ബൈ.